ഇത് വേറെന്താ വിശേഷം? ഇന്നലൊരു പണി ഉണ്ടായിരുന്നു. കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലതും ചെയ്ത് നോക്കിയപ്പോ സ്വർണ്ണൊക്കെ ഒരു ഇതൊക്കെ എന്ത് കച്ചവടം ചെയ്താലും ഒക്കെ പൊട്ടുക നഷ്ടം. ഇവിടെ ഇപ്പൊ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് രാജേട്ടൻ. അവിടെ സ്റ്റേഷൻ തന്നെ കച്ചവടം. അല്ല കച്ചവടം ഞാൻ ശ്രദ്ധിക്കലുണ്ട്. നല്ല കച്ചവടമുള്ള ഏരിയ. സംസാരിച്ചു പൈസ ഒന്നുമില്ലടാ. ഞാൻ പല ബിസിനസ് ചെയ്താണ് ഇപ്പൊ. അതിനിടയ്ക്ക് കച്ചവടമൊക്കെ കുറെ പൊട്ടി ചെയ്യണപ്പോ 3-4 ഐറ്റം. പൂരത്തിനെപ്പോ കച്ചവടത്തിന് ഇറങ്ങി വണ്ടിയൊക്കെ വിറ്റ് ഭയങ്കര നഷ്ടമാണ്. ജിലേബി കച്ചവടം, ആലുവ. ഇയാൾ കുഴപ്പമില്ല. ഞാൻ റെന്റിന് എടുത്ത സ്ഥലമാണ്. വണ്ടി സാധനങ്ങളും അത് നീ നിങ്ങൾക്ക് എങ്ങനെ തരാം. എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾക്ക് 2 ലക്ഷം ഉറുപ്പിക കിട്ടണം. അതില് കുറവൊന്നും ഉണ്ടാവില്ല. ഈ സ്ഥലം ഇത് ഞാൻ പാട്ടത്തിന്റെ അടുത്തുള്ള റെന്റിന് എടുത്തുള്ള ഈ വണ്ടി സാധനം ഒക്കെ റെഡി ആയിട്ടാണ് തരാം. ലാസ്റ്റ് തന്നെ അതിന് മുന്നേ ഒരാൾ ചോദിച്ചാൽ എന്നോട് ആദ്യം ഒന്നൊക്കെ വന്നിട്ട് പിന്നെ ബാക്കി കുറച്ച് ഗ്യാപ്പ് കിട്ടും. ഒരു 10-30 പൈസ നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ. ഞാന് വൈഫിന് അത്ര എമൗണ്ട് നോക്കാൻ പണി എന്താ വെച്ചാല് ഒന്നും വിൽക്കാനില്ല. ഞോളയില് ചെറിയൊരു ഞാൻ വൈഫിനായിട്ടും സംസാരിക്കട്ടെ. വേറെ ഒന്നും കിട്ടാൻ വകുപ്പില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്ത്. അതൊന്നും വീടാൻ പറ്റില്ല. പണി ഉണ്ടായിട്ടുള്ള കുറെ ആയില്ല. പോയിട്ട് 5000 പഠിക്കാൻ പറ്റില്ല. ഞാൻ വൈഫിനായിട്ട് സംസാരിക്കട്ടെ. രക്ഷപ്പെടും. തൽക്കാലം ചോദിക്കൂല. അതാണ് അത് മറ്റേ വൈഫിനോട് പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എന്തായാലും ഞാൻ വൈഫിനായിട്ടും സംസാരിച്ചിട്ടേ. എന്റെ നമ്പറുള്ളല്ലേ? ഉറപ്പില്ല. ഞാൻ ഉറപ്പിച്ചോ? ഇനി ഉറപ്പിക്കാൻ ഈ പണിയിലാണ് വെറുതെ അങ്ങോട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ഉറപ്പിച്ചോ? ഇതിന് അത് രക്ഷപ്പെടും. ഇതിന്റെ വേറെ പരിപാടി ഉണ്ട്. ഇത്രേ മെനക്കടലുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞു. നമ്മളൊരു ഏരിയ ആണിത്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കച്ചവടം ഞാൻ കണ്ടു. അത്യാവശ്യം നല്ല കച്ചവടം ഞാൻ ശ്രദ്ധിക്കലുണ്ട്. സംസാരിച്ചിട്ടേ താല്പര്യമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ പൈസയുടെ കാര്യമാണ്. ഞാൻ വൈഫിനായിട്ടൊന്നേ സംസാരിച്ച് നോക്കും. സംസാരിച്ചിട്ട് ജംസീറിനെ വിളിക്കാം. ചേട്ടാ പോട്ടെ. ചാടിക്കണം വേണ്ട. ഞാന് ഓക്കെ എന്നാ. ഓക്കെ. നമ്മുടെ സുഹൃത്താണത്. കുഴപ്പമില്ല ആളെ. ഓനെടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ പോയിക്കോ. പൈസ കുഴപ്പമില്ല. പിന്നെ വൈഫൊക്കെ അത്യാവശ്യം സാമ്പത്തിക ചെക്കന്മാരാണ്. സീമളാണ്. അത് കുഴപ്പമൊന്നുമില്ല. കൊറേ കച്ചവടത്തിന്റെ ഷാനു, ഞാൻ അങ്ങാടി പോയിരുന്നു. പണിയൊന്നും ഇല്ലല്ലോ. അവിടെ ഇരിക്കുക. എന്തെങ്കിലും പണി കിട്ടുകയാണെങ്കിലോ. ഓട്സ് മേടിക്കാൻ പറഞ്ഞു. മേടിച്ചാ പൈസ വേണ്ടേ? കുട്ടികള് വൈകുന്നേരം വന്ന ഞാൻ എന്താ കൊടുക്കണം? പറ്റുകൂടിയാലും അത്യാവശ്യം പൈസ അയക്കണം. അതാണല്ലേ അവിടെ നിന്ന് മേടിക്കാറ്. പിന്നെ ജംഷീറിനെ കണ്ടിരുന്നു. ഏത് കോഴിക്കട? ഓനോടൊന്നും പറയത്തില്ല. ഞാൻ പറഞ്ഞേ. ഓൻ പറഞ്ഞെന്താ വെച്ചാല് നമ്മളെ അങ്ങാടിയിലൊരു കട, മറ്റേ ഫ്രൂട്ട്സ് വിൽക്കണ അങ്ങാടിയില്, നമ്മളെ ശിവരാജ് അല്ലേ, മറ്റേ അതിന്റെ അവിടെ. അപ്പൊ ആ വണ്ടി കൊടുക്കുന്നത് ഇതിന് മുമ്പൊന്നും എടുത്തിട്ട് അങ്ങ് അറിഞ്ഞല്ലേ കച്ചവടം ഞാൻ കൊടുത്ത്. ഇത് അതുപോലെ അല്ല, നല്ല കച്ചവടമുള്ള കട. ഞാൻ എന്നും നോക്കണം. ഭയങ്കര തിരക്കാണ് അവിടെ. ഫ്രൂട്ട്സ് നല്ല കച്ചവടം. അപ്പൊ അയാള് പറഞ്ഞെന്താ വെച്ചാല് ജംഷീറിനെ കൊണ്ട് സംസാരിപ്പിച്ച് ഞാൻ. ഇപ്പൊ 2 ലക്ഷം ഉറുപ്പ്യ അയാള് പാട്ടൊക്കെ എടുത്തുള്ളതാണ് സ്ഥലം. വാടക കടയുടെ ഫ്രണ്ടേ. അപ്പൊ ആ സ്ഥലം, ആ വണ്ടിയും അതിലത്തെ എല്ലാ സാധനവും കൂടിയിട്ട് 2 ലക്ഷം ഉറുപ്പ്യ ചോദിക്കണം. നമ്മളതിൽ 10 പൈസ ഇല്ല. അത് ഓക്കെ, നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ ഞാൻ വൈഫിനായിട്ട് സംസാരിക്കട്ടെ എന്ന് അറിഞ്ഞു. ഇനിയിപ്പോ ഷാനിനോട് സംസാരിച്ചിട്ട് എന്താ വെച്ചാല് എന്നോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? എന്റെ ആങ്ങളമാരൊന്നും ഒന്നും നടക്കൂല എന്റെ പൊന്നാരക്കാക്ക. ഞാനിപ്പോ കഴിഞ്ഞതിന്റെ 2 മാസം മുമ്പല്ലേ നിങ്ങൾക്ക് ഞാൻ കുടിയെന്ന് 50,000 ഉറുപ്പിക മേടിച്ചെന്നിട്ട് നിങ്ങൾ ആ ബിസിനസ് നടത്താൻ ആദ്യം പൊളിഞ്ഞു. എന്റെ എല്ലാ പണ്ടങ്ങളും നിങ്ങളെടുത്ത്
പാലെടുത്ത് വെള്ളെടുത്ത് പൽസറെടുത്ത് എല്ലാം എടുത്ത് ഇപ്പതാ മുക്കാണ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം പോട്ടെ. ഞാൻ കുട്ടി എന്ത് ഇനി ആകെ ഇതേ ഉള്ളൂ. ഇതും കൂടി നിങ്ങൾക്ക് പണയം വെക്കാൻ വേണ? നിങ്ങൾക്ക് എന്ത് മനുഷ്യത്തല്ലേ? ഇന്നെ കൊണ്ട് പറ്റുമല്ലോ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങാന്. കാതിലുമില്ല കൗത്തിലുമില്ല ഒന്നുമില്ലാണ്ട്. എന്ത് പരീക്ഷണോ? ഒന്ന് പൊയ്ക്കാണെ അവിടെ നിങ്ങളെ പണിയൊക്കെ ഇട്ട്. ശരി ഇന്നെ കൊണ്ട് പറ്റൂല. ഒരാളോട് പറഞ്ഞിട്ട് ചെയ്തിട്ട് കടം മേടിച്ചാൽ എന്നെ കൊണ്ട് പറ്റൂല. കാരണം ഞങ്ങൾക്ക് പൈസ കടം മേടിച്ചത് നിങ്ങൾ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. ഇന്റെ ആങ്ങളാരായിരുന്നു. പിന്നെ അത് പിന്നെ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കാം. ഇന്റെ പേരുടെ അപ്പുറത്തെ പേരെന്നാണ് നിങ്ങൾക്ക് അന്ന് ഞാൻ 50,000 മേടിച്ചത്. അതുകൊണ്ട് നടക്കില്ല. നിങ്ങൾ എന്ത് കൊണ്ടും കാര്യമില്ല. നിങ്ങൾ എന്ത് കൊണ്ടും കാര്യമില്ല. ഞാൻ എന്റെ മുതൽ തരില്ല. കാരണം ഇത് ഊരി കൂടി തന്നിട്ടൊരു കാര്യമില്ല. അതും നിങ്ങൾ ഇതേപോലെ ആക്കും. നിങ്ങൾ ടെൻഷനില്ല, നീച്ചിരിക്ക്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ വിഷമിച്ചിരിക്കുക. എന്താ പിന്നെ ചെയ്യും? പണിയില്ല, ചെലവൊക്കെ പോകണ്ട. എന്നോ ഞാൻ പറയട്ടെ, നിനക്കറിയാവുന്നല്ലേ 10-40 പവനും കൊണ്ട് കയറി കണ്ടാ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞ പിടിച്ചു നിൽക്കും. എൻ്റെ പണ്ടും എടുത്ത് ഇപ്പോഴത്തെ കുട്ടിയുടെ പണ്ടും എടുത്ത് കഴിഞ്ഞ് ഇനി ആകെയുള്ളതേ ഉള്ളൂ. ഇതും കൂടി എന്ത് തന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചൂടായത് കേട്ടാ. എൻ്റെ കാട് സന്തോഷമല്ലേക്ക് ഇത് കൊണ്ടേക്കുറവ്. നിങ്ങൾ ആരുടെ മുമ്പിലും തല പൊണിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. ഇത് നിങ്ങൾ അവസാനം കച്ചി തുരുമ്പാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ ഇതാവണം. കഥയും കൂടെ പറയാനുള്ളൂ. കേൾക്കുന്നുണ്ട് നിങ്ങൾ? ചെല്ല്. ഞങ്ങളെ കൊള്ള പാവങ്ങൾക്കൊന്നും അത്ര ഇതെങ്ങനെ ഒന്ന് കഴിച്ചു കുടിച്ചാൽ